നമസ്കാരം. ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു AC-യുടെ ഔട്ട്ഡോർ യൂണിറ്റ് എങ്ങനെ അയച്ചെടുത്ത് സർവീസ് മെയിൻ്റനൻസ് ചെയ്യാമെന്നുള്ളതാണ്. ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് പുതിയ ടെക്നീഷ്യന്മാർക്കും അതുപോലെ തന്നെ AC-യുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ്റനൻസ് ടെക്നിക്കൽ മേഖല പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് AC-യുടെ ഏറ്റവും ടോപ്പിലുള്ള കവർ ഇത് അയച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരുവിധം മെയിൻ്റനൻസ് കംപ്ലീറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഇതുപോലെ തന്നെ ഈ ടോപ്പ് കവർ അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്രസർ അതേപോലെ തന്നെ ഫാൻ മോട്ടോർ ഈ രണ്ട് ഡിവൈസ് മാത്രമേ ഔട്ട്ഡോർ യൂണിറ്റിനകത്തുള്ളൂ. ഈ രണ്ട് ഡിവൈസുകളും വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കൺഫേം ചെയ്യണമെങ്കിൽ നമുക്കിതിനകത്ത് ഈ മോട്ടോറിന് കപ്പാസിറ്ററുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ട് കപ്പാസിറ്റർ നമുക്ക് ഈ മുകളിലുള്ള ടോപ്പ് കവർ അയച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിനകത്ത് രണ്ട് കപ്പാസിറ്ററുകൾ അയച്ചെടുത്ത് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ വയറിംഗ് ഭാഗങ്ങൾ നമുക്ക് AC-യുടെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. ഇതിൻ്റെ കപ്പാസിറ്ററുകൾ കംപ്രസറിൻ്റെ കപ്പാസിറ്ററും അതേപോലെ തന്നെ ഫാൻ്റെ കപ്പാസിറ്ററും നമുക്ക് ഇവിടെ നിന്ന് അയച്ചെടുത്ത് അഥവാ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് മാറ്റി ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി AC-യുടെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് അയച്ചെടുത്ത് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും എങ്ങനെ അയച്ചെടുക്കാമെന്നും അതുപോലെ തന്നെ AC നമുക്ക് കംപ്ലീറ്റ് അയച്ചെടുക്കാതെ അത് നിൽക്കുന്ന അതേ പൊസിഷനിൽ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് അയച്ചെടുത്ത് നമുക്ക് ഇതേപോലെ ഓരോ ഭാഗങ്ങൾ വ്യത്യസ്തമായിട്ട് കൊണ്ട് തന്നെ അയച്ചെടുത്തുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും ഇതേപോലെ അസംബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏത് AC-യും നമുക്ക് ഇതേപോലെ സെപ്പറേറ്റ് അയച്ചെടുക്കണമെന്നില്ല. AC മൊത്തത്തിൽ അയച്ചെടുക്കാതെ AC ഇപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത് അതേ പൊസിഷനിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് AC-യുടെ കംപ്ലീറ്റ് മെയിൻ്റനൻസ് ചെയ്യാവുന്ന തരത്തിലുള്ളൊരു വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത്. നമുക്ക് ഈ ഫാൻ മോട്ടറിൻ്റെ ലീഫ് അയച്ചെടുത്ത് നെറ്റ് അയച്ചെടുത്ത് നമുക്ക് ഫാനിൻ്റെ ലീഫ് അഥവാ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അയച്ചെടുത്ത് മാറ്റി ഫിറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതേപോലെ ഫാൻ ലീഫ് അയച്ചെടുത്ത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഫാൻ മോട്ടറിൽ നമുക്കിത് വാഷ് ചെയ്യുന്ന സമയത്ത് ഈ ഫാൻ മോട്ടറിൽ വെള്ളമാവാതെ അതേപോലെ തന്നെ ഇതിൻ്റെ വയറിംഗ് ഭാഗത്തും നമുക്ക് വെള്ളം വീഴുന്നത് ശ്രദ്ധിക്കണം. അതുമാത്രമേ ഇതിൽ നമുക്ക് നന്നായിട്ട് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് അയച്ചെടുത്ത് കംപ്ലീറ്റ് അയച്ചെടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എയർ ബ്ലോവറോ അതല്ലെങ്കിൽ ഒരു കോട്ടൺ വേസ്റ്റോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് കംപ്ലീറ്റ് തുടച്ച് ഫിനിഷ് ചെയ്യാനും അതേപോലെ തന്നെ വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനും സാധിക്കും. ഒരു പരിധിവരെ ഈ റൂമിനകത്തുള്ള കൂളിംഗ് എഫിഷ്യൻസിയെ നമുക്ക് കൂട്ടാനും അതേപോലെ തന്നെ ഈ സർവീസ് കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് 6 മാസത്തിനിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് ഒന്നുകിൽ നമ്മളോ അതല്ലെങ്കിൽ ടെക്നീഷ്യനെ വിളിച്ചോ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു AC-ക്കകത്ത് ഇത്ര മാത്രമേ പാർട്സുകളുള്ളൂ. ഇനി നമുക്ക് ഓരോ പാർട്സുകളായിട്ട് പരിചയപ്പെടാം. നമുക്ക് ഈ കംപ്രസർ കണ്ടല്ലോ, താഴെ കാണുന്ന കംപ്രസർ, ഇതാണ് കംപ്രസർ. ഇതിൻ്റെ മെയിൻ ഹൃദയഭാഗം എന്നറിയപ്പെടുന്നത് ഈ കംപ്രസറാണ്. ഈ കംപ്രസർ പ്രവർത്തിക്കുന്ന മൂലമാണ് നമുക്ക് റൂമിനകത്ത് തണുപ്പ് കിട്ടുന്നത്. പിന്നെ ഈ കാണുന്നതാണ് ഫാൻ മോട്ടോർ. ഇനി ഇൻ കേസ് നമുക്ക് ഈ മോട്ടോറാണ് കംപ്ലൈൻ്റ് എങ്കിൽ ഈ മോട്ടോറിലുള്ള അയച്ചെടുത്ത് നമുക്ക് മാറ്റി ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഫാൻ മോട്ടറിൻ്റെ ഈ കാണുന്ന സ്ക്രൂകൾ ചുറ്റുഭാഗത്തും കാണുന്ന സ്ക്രൂ അയച്ചെടുത്ത് കഴിഞ്ഞാൽ ഫാൻ മോട്ടർ മാത്രം നമുക്ക് സെപ്പറേറ്റ് അയച്ചെടുത്തുകൊണ്ട് ഇൻ കേസ് മോട്ടർ ബേൺ ചെയ്യുകയോ അല്ലെങ്കിൽ കത്തിപ്പോവുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ഫാൻ മോട്ടറിൻ്റെ ഈ വയറിംഗ് എല്ലാം അയച്ചെടുത്ത് ഫാൻ മോട്ടർ സെപ്പറേറ്റ് മാറ്റി ഫിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതിലുള്ള കംപ്രസറുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു ഭാഗം നമുക്ക് പരിചയപ്പെടാം. അക്യുമുലേറ്റർ കംപ്രസറിൻ്റെ സൗണ്ട് എല്ലാം ഒഴിവാക്കുന്നതാണ് ഈ ഭാഗം. ഈ കാണുന്നതാണ് കണ്ടൻസർ കോയിൽ. ഈ കോയിൽ
പൊടി അടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂളിങ്ങിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗമാണ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് പൊടികടലങ്ങളൊക്കെ ഒഴിവാക്കേണ്ടത് മെയിനായിട്ട്. ഇനി ഫാൻ മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഫാൻ മോട്ടർ അയച്ചു മാറ്റുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ കറുപ്പ് കളറിൽ കാണുന്ന ഈ കപ്പാസിറ്റർ. ഇതിലിപ്പോൾ 3 MFD കപ്പാസിറ്ററാണ്. സാധാരണ 1 ടൺ മുതൽ 1.5 ടൺ വരെ AC-കളിൽ 2.5 മുതൽ അതല്ലെങ്കിൽ 2 മുതൽ 4 MFD വരെയുള്ള കപ്പാസിറ്ററാണ് ഉപയോഗിക്കാറുള്ളത്. ഇത് കംപ്രസറിന് ഇവിടെ ഈ കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുള്ളത് 50 MFD കപ്പാസിറ്ററാണ്. ഇത് 1.5 ടണ്ണിൻ്റെ സീമെൻസ് എന്ന കമ്പനിയുടെ AC ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ നമ്മൾ ഇതുവരെ അയച്ചെടുത്തിട്ടുള്ള കംപ്ലീറ്റ് ഭാഗങ്ങളും നമുക്ക് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് കഴുകി വൃത്തിയാക്കി നമുക്ക് തിരിച്ച് വീണ്ടും റീഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ അയച്ചെടുത്ത കംപ്ലീറ്റ് ബോഡി പാർട്ടുകളും നമുക്ക് സെപ്പറേറ്റ്, എല്ലാത്തിനും നമുക്ക് അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് സ്ക്രൂകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. വേറെ സെപ്പറേറ്റ് പാർട്സുകളൊന്നും AC-യുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ സെപ്പറേറ്റ് കാണുകയില്ല. നമുക്ക് ബോഡി പാർട്ട് എല്ലാ ഭാഗങ്ങളും നമുക്ക് സ്ക്രൂ അയച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അയച്ചെടുത്ത് ക്ലീൻ ചെയ്ത് തിരിച്ച് ഇതേപോലെ തിരിച്ച് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കണ്ടൻസർ ഭാഗം, ഈ ഒരു കോയിലിൽ കംപ്ലീറ്റ് പൊടിപടലം അടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൂമിനകത്തോട്ട് കൂളിങ്ങിന് നന്നായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഭാഗം നമുക്ക് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് എല്ലാ കോയിലിലും ഒരേപോലെ വെള്ളം ഒടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് AC നന്നായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഫാൻ മോട്ടറിൽ വെള്ളമാവാതെ ശ്രദ്ധിക്കണം. അതാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ശേഷം നമുക്ക് എല്ലാ ഭാഗങ്ങളും നമ്മൾ എങ്ങനെയാണോ അഴിച്ചെടുത്തിട്ടുള്ളത് അതേ മെത്തേഡിൽ നമുക്ക് തിരിച്ച് റീഫിറ്റ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ AC സർവീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പ്ലഗ് സോക്കറ്റിൽ നിന്നും ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു സർവീസ് സെക്ഷനിലേക്ക് നിൽക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ AC-യുടെ സപ്ലൈ ഡിസ്കണക്ട് ചെയ്തെന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ നമ്മൾ ഇതേപോലെ മെയിൻ്റനൻസ് സർവീസ് ചെയ്യാൻ പാടുള്ളൂ. ഈ എല്ലാ ഭാഗങ്ങളും ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് AC വർക്ക് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇതിനകത്ത് ഏതെങ്കിലും ഇലക്ട്രിക്കൽ പാർട്സിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണങ്ങി പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ഇതിൻ്റെ ഇൻഡോർ യൂണിറ്റിൻ്റെ സർവീസ് സെക്ഷൻ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.